പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ലേ? അടിച്ചും തിരിച്ചടിച്ചും ഇറാനും ഇസ്രയേലും യുഎസും മുന്നോട്ട് പോകുന്നു. ജോർദാനിലെ യുഎസിന്റെ താവളം ആക്രമിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ. യുഎസിന്റെ താവളമായ അൽ അസ്കറിന് നേരെ IRGC മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാനിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. F-35 ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ആക്രമിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റുമുട്ടൽ തുടരുമെന്നും കനത്ത തിരിച്ചടി യുഎസിനും ഇസ്രയേലിനും നൽകുമെന്നും ഇറാൻ അറിയിച്ചതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുഎസ് ഇനി ആക്രമണം നടത്തരുതെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുഎസ് ഇനിയും ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് IRGC അറിയിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് അൽ അസ്കറിന് നേരെ ആക്രമണം നടത്തിയതെന്ന് IRGC അറിയിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഹോർമുസ് കടലിടുക്കിന് സമീപം യുഎസിന്റെ സൈനിക ഹെലികോപ്റ്റർ തകർത്തിരുന്നു. ഇറാനാണ് ഹെലികോപ്റ്റർ തകർത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന് തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹോർമുസ് കടലിടുക്കിന് സമീപം യുഎസിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചു. പിന്നാലെ ഇറാനെതിരെ സൈനിക നടപടി തുടങ്ങിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസിന് സമീപം യുഎസിന്റെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള മറുപടിയാണ് നൽകുന്നതെന്നും US പ്രഖ്യാപിച്ചു. ഇറാനിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായും പിന്നാലെ റിപ്പോർട്ടുകൾ വന്നു. സിറിക്, മിനാബ് എന്നിവയുൾപ്പെടെ ഇറാനിലെ ഹോർമോസ്താൻ പ്രവിശ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിരവധി സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകൾ വന്നു. തെക്കൻ ഇറാനിലെ ജാസ്ക്, സീരിക്, കിഷ്തീബ് എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ US ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. സിരിക് ബമാനി ജില്ലയിലെ ഒരു ടെലികോം ടവറും 2 വാട്ടർ ടാങ്കുകളും US ആക്രമണത്തിൽ നശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.